4 മണിയൊക്കെ ആകുമ്പോൾ പുഴയുടെ സൈഡിലിരിക്കാൻ നല്ല രസമാട്ടോ. നല്ല കാറ്റായിരിക്കും. അപ്പോൾ ഈ ചൂട് കാലത്തൂടെ ഇരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നങ്ങ് ഇരിക്കും കുറച്ച് നേരം. കണ്ടോ പുഴ ഒഴുകുന്നത് കണ്ടോ. ഇപ്പോൾ വേലിയേറ്റമാണ് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് ഇങ്ങനെ കയറി വരും. കുറച്ച് നേരം കഴിയുമ്പോൾ താന്നു പോകും. കുറച്ച് നേരമല്ല, നാളെ രാവിലെയൊക്കെ ആകുമ്പോൾ വേലിയിറക്കമാകുമ്പോൾ താന്നു പോകും. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് വെള്ളമൊന്നും വരില്ല കേട്ടോ. ഞാനൊരു സൂത്രം കാണിച്ചു തരാം. എനിക്ക് കൂട്ട് വന്ന് കിടക്കുകയാണ് ഒരാൾ. ചില സമയത്തൊക്കെ നല്ല കുട്ടിയാണ്. ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ കൂടെ നടക്കും. അല്ലാത്തപ്പോൾ കള്ളക്കുട്ടിയായിട്ട് വല്ലയിടത്തൊക്കെ തെണ്ടാനായിട്ട് പോകും. കണ്ടോ, അലക്കലുമ്മ കയറി കിടന്ന് ഉറങ്ങുകയാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലാവും കേട്ടോ. ഞാൻ പതുക്കെ ശബ്ദം ഉണ്ടാക്കാണ്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാലും അപ്പം അറിയും. അയ്യോടാ എന്നെ ഇട്ടിട്ട് പോവുകയാണോ എന്ന് ചോദിച്ചിട്ട് പുറകെ വരും. ശരിക്കും അടുത്ത് പുഴയുള്ളത് നല്ല രസമല്ലേ. പക്ഷേ വെള്ളപ്പൊക്കം ഉണ്ടാക്കണ പുഴയാണെങ്കിൽ കുഴപ്പമാണ് കേട്ടോ. ഈ പുഴയിൽ നിന്ന് ഒരിക്കലും വെള്ളം നമ്മുടെ വീട്ടിലേക്ക് കയറി വരില്ല കേട്ടോ. കായലായിട്ട് ബന്ധമുള്ള പുഴയായതുകൊണ്ട്, പുഴ എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല, പുഴ തന്നെയാണ്. ഒരു അത്ര വലിയ പുഴയല്ല, വലിയ പുഴയുടെ ഒരു കൈവഴിയാണത്. ചെമ്പക്കരയിലേക്ക് പോണ പുഴയുടെ ഒരു കൈവഴിയായിട്ട് പേട്ട വഴി വരുന്നതാണ് ഈ പുഴ. അപ്പോൾ എല്ലാവരും പറയും നല്ല ഭംഗിയുള്ള സ്ഥലം എന്നൊക്കെ പറയും. കണ്ടോ, മെട്രോ നഗരത്തിൻ്റെ ഉള്ളിലാണ് ഈ ഭംഗിയുള്ള ഈ സ്ഥലം. എന്ത് രസമാണെന്നറിയോ ഇവിടെ ഇരിക്കാനായിട്ട്. നല്ല കാറ്റാണ്, ചൂടറിയേയില്ല ഇപ്പോൾ.